നമ്മുടെ നാട്ടിൽ ചക്ക കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വിലയില്ല. പക്ഷേ ഇവിടെ ഈ ഒരു മുറി ചക്കയ്ക്ക് 100 shillings ആണ് കേട്ടോ. ഇതൊരു ചക്കക്കട തന്നെയാണ് കേട്ടോ. നിറയെ ചക്കകളാണ് കണ്ടോ. ഇതിങ്ങനെ പൊതിഞ്ഞൊക്കെ തരും കേട്ടോ. ഞാൻ പറഞ്ഞു 100 shillings തന്നെയല്ലേ, ആ ഒരു മുറി മുഴുവൻ ഇങ്ങനെ താന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ ആ മുറിച്ച് വെച്ചേക്കണതിൻ്റെ ബാക്കിയും കൂടെ തരാൻ പറഞ്ഞു. അവൻ തന്നില്ല. ഇത് സിറ്റി മാർക്കറ്റാണ്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ ഒട്ടുമിക്കതും കിട്ടുന്നത്. കുറേ നാളായി ചക്ക ഇരുന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു ചക്ക എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ ഉമിനീർ ഗ്രന്ഥികളൊക്കെ പ്രവർത്തിച്ചു. ഉണ്ട് ഇവിടെ. ഇത് സിറ്റി മാർക്കറ്റാണ്. ഫുള്ള് നമ്മുടെ സാധനം കിട്ടും. ഇതുകൊണ്ട് മത്തങ്ങ, ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മുടെ കപ്പയൊക്കെ ഉണ്ട്. നമ്മളിന്നലെ അവിടുന്ന് ചക്ക മേടിച്ചായിരുന്നു കേട്ടോ. ഒരു മുറി മേടിച്ചു. എന്നിട്ട് കാറിൽ വന്നിട്ട് ഇത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര മധുരം. ചക്ക പഴമാണ്, അതുകൊണ്ട് നമുക്ക് പുഴുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഭയങ്കര മധുരം. അതുകൊണ്ട് പിന്നെയും പോയി ഒരു മുറിയും കൂടെ മേടിച്ചു. കുറേ നാളായി എത്തുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് പൊഞ്ചിക്കും ഇഷ്ടപ്പെട്ടു ഇല്ല പൊഞ്ചി? ചക്കപ്പഴം പൊഞ്ചിക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഒരു മുറി ഏകദേശം തീരാറായി. വീട്ടിലാണെങ്കിൽ എന്ത് സുഖമായിരുന്നു ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു മുറി കിട്ടിയാൽ, ഈ ഒരു മുറിക്കാണെങ്കിൽ 100 shillings. ഇങ്ങനത്തെ ഒരു മുറി കിട്ടിയ അമ്മ തന്നെ, അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഇങ്ങനെ ചക്ക ഉലിഞ്ഞ് ഇങ്ങനെ വെച്ച് കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെച്ചേക്കും. കഴിച്ചാൽ മാത്രം മതി. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ അത് പറ്റില്ല. ഞാൻ തന്നെ ചെയ്യണം. എന്നാലും ചെയ്തിട്ടാണെങ്കിലും ടേസ്റ്റ് ഒന്നും തിന്നാം. പിന്നെ ചക്കക്കുരു കിട്ടിയുണ്ടോ? ചീര എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ചീരയും ചക്കക്കുരും കൂടെ വയ്ക്കാം. കുറേ കിട്ടി. ഇവിടെ ഞാൻ ചോദിച്ചു ഈ ചക്ക എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പം അവർ പറയുകയാണെ ഉഗാണ്ടയിൽ നിന്നാണ്. ഉഗാണ്ടയിലാണ് ചക്ക കൂടുതൽ ഉള്ളത്. ഉഗാണ്ട, കെനിയ നിയറസ്റ്റ് കൺട്രീസാണ്. അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു മുറി ചക്ക തീർന്നു ഗൈസ്. ഇതാണ് ലാസ്റ്റ്. ചക്ക ചവണി, പിന്നെന്താ ചക്കക്കുരു, ചക്കമടൽ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ എവിടെയും പറയുക. മുറിയിൽ നിന്ന് ഇത്രയും ചക്കക്കുരു കിട്ടി ഗൈസ്. ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ, എനിക്ക് ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ തിങ്ക് ചെയ്യാറുണ്ട്, ഇത് ആരായിരിക്കും ഈ ചക്കക്കുരു ഇങ്ങനെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കണ്ടുപിടിച്ചത്? ആരായിരിക്കും ആദ്യം വേവിച്ചത്? ഇത് വേവിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും. നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ കാട് കയറി.